പി ചിത്രരഞ്ജൻ, അങ്ങയുടെ മറുപടി ഇപ്പോൾ നേരത്തെ മറുപടി. ഞാൻ പറഞ്ഞത് നിയമത്തിന് വിധേയരാണ് എല്ലാവരും. കേസുകൾ ചാർജ് ചെയ്താൽ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അറിയാം അറസ്റ്റ് വരിക്കേണ്ടി വരും, ജയിലിൽ വേണ്ടി വരും, ചിലപ്പോൾ മർദ്ദനം ഏൽക്കേണ്ടി വരും. ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പുത്തിരിയല്ലല്ലോ. രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ നേതാവ് എന്തോ കേരളത്തിൽ ആദ്യത്തെ സംഭവം പോലെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങളെല്ലാവരും എത്രയോ കാലം ജയിലിൽ കിടന്നിട്ടുള്ള പ്രവർത്തകരാണ്. പിന്നെ ദിവസങ്ങളുടെ കുറവ് കൂടുതലൊക്കെ കാണത്തുള്ളല്ലോ. ഞാൻ ഒറ്റ കാര്യം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഇന്ന് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന പി രാജീവിന്റെ മർദ്ദിച്ച് അവശരാക്കി പോലീസ് വലിച്ച് ഷർട്ടും മുണ്ടും ഒക്കെ കീറി എറണാകുളം പട്ടണത്തിന്റെ തെരുവിലൂടെ കൊണ്ടുപോയി ലോക്കൽ കൊണ്ടിട്ട് ഒരു രാത്രി മുഴുവൻ ഭീകരമായി മർദ്ദിച്ച് അവശരാക്കി ചിത്രമുടക്കി എത്ര ചിത്രങ്ങളാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാർക്ക് പറയാനുള്ളത്. അപ്പൊ ഈ വെള്ളക്കരണ്ട് എന്താ പറയുന്നത്, പിന്നെ രാജീവാണ് ഇന്നിപ്പോൾ പോലീസ് നിയമപരമായി തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന വളരെ അഭിമാനത്തോടു കൂടി പ്രതികരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങള് അതിനകത്തൊന്നും ഇല്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ എന്താ ധരിക്കുന്നത്? രാഷ്ട്രീയ പ്രവർത്തനമാണ്. സമരങ്ങളോടുള്ള നിങ്ങളുടെ സമീപനം ശ്രീ ചിത്രരഞ്ജൻ, സമരങ്ങളോടുള്ള നിങ്ങളുടെ സമീപനം സംശയമുണർത്തുന്നതാണ് ശ്രീ ചിത്രരഞ്ജൻ. കരിങ്കോടി പ്രതിഷേധത്തോട്, യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കോടി പ്രതിഷേധത്തോടുള്ള നിങ്ങളുടെ സമീപനം മറ്റൊന്നാണ്. അല്ല, ഡിസംബർ മാസം 20-ാം തീയതി നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്ലിപ്പുകൾ എടുത്ത് നോക്കണം. അറസ്റ്റ് ചെയ്ത പ്രതിയെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുക, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നതിന് നേതൃത്വം കൊടുക്കുക, ഇതൊക്കെ ചെയ്താൽ സ്വാഭാവിക കേസ് വരില്ലേ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയവരുണ്ട് കണ്ണൂരിൽ. പി ചിത്രരഞ്ജൻ ഏതാ ആരെ ഇറക്കിക്കൊണ്ടുപോയി? എം വി ജയരാജന്റെ നേതൃത്വത്തിൽ. എന്തിന് ഇറക്കിക്കൊണ്ടുപോയി? പോലീസിനെ ആക്രമിച്ച കേസാണോ? നശിപ്പിച്ച കേസാണോ? നിങ്ങൾ പറയൂ. പോലീസിനെ ഭീഷണിപ്പെടുത്തി ഇറക്കിക്കൊണ്ടുപോയി, വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ബോംബ് നിർമ്മിക്കും എന്ന് പറഞ്ഞ നേതാക്കളുമുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അറസ്റ്റായിട്ടൊന്നും ചിത്രീകരിക്കല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ അറസ്റ്റ് അല്ല, കണ്ണൂർ സർക്കാരിന്റെ നിലപാടാണ് അറിയേണ്ടത് ശ്രീ ചിത്രരഞ്ജൻ. ഇന്നലെ വരെ റോഡിലൂടെ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ വെളുപ്പിന് പോയി വീടിൽ അകത്ത് കയറി ബെഡ്റൂമിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകേണ്ട എന്ത് സാഹചര്യമാണ് കേരളത്തിലുള്ളത് ശ്രീ ചിത്രരഞ്ജൻ? ഇന്ന് വരെ റോഡിലൂടെ ആര് നടന്നു പോയെന്ന് ഒരാളും നടന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നുപോയി. എവിടെ? ഒളിവിലായിരുന്നോ? എവിടെ? അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടൊന്നും വളഞ്ഞ് അദ്ദേഹത്തിന്റെ ബലം പ്രയോഗിച്ചൊന്നും ആരും കൊണ്ടുപോയിട്ടില്ല. അന്തസ്സായി ചെന്നയാളെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളത്. അത് എത്രയോ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അർദ്ധരാത്രി വീട്ടിൽ നിന്ന് MLA ആയിരുന്ന ആളെ പിടിച്ചിറക്കി കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ച് അവസാനം നമ്മൾ ആ കാഴ്ചയൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ ചരിത്രമല്ലേ? അതിന്റെ ആവർത്തനമാണോ? ചരിത്രത്തിന്റെ ആവർത്തനമാണോ? ഒരിക്കലും അല്ലല്ലോ. അന്ന് ഭീകരമായി തല്ലി ചതച്ച്, ഇത് ഒന്നുമില്ലല്ലോ, നല്ല VVIP സീറ്റിനകത്തിരുത്തി നല്ല മാന്യമായി കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം എഴുതി ഒപ്പിട്ട് കോടതി ഹാജരാക്കി അവിടുന്ന് നേരെ മാന്യമായി ജയിലിലെത്തിച്ചു. അതല്ലല്ലോ പിണറായി വിജയനോട് ചെയ്തത്, അതല്ലല്ലോ രാജീവിനോട് ചെയ്തത്. ഈ 50,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചൊരു കേസാണെന്നാണ് പോലീസ് എഴുതിയിരിക്കുന്നത്. 2,49,000-ത്തിലധികം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ച 6 പേരിൽ ഒരാൾ ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭയിലുണ്ട്. അത് നിയമസഭാ കേസല്ല, അത് ആരെ ആക്രമിച്ചൊന്നും അല്ലല്ലോ. അത് ബലം പ്രയോഗിച്ച് ആളെ ഇറക്കി കൊണ്ടുപോവുകയോ അതുപോലെ തന്നെയുള്ള ദൃശ്യങ്ങൾ തെളിവായുള്ള കേസാണ്. മാത്രമല്ല ഇവിടെ PDPP ആക്ട് മാത്രമല്ല രാഹുലിന്റെ പേരിലുള്ളത്. രാഹുലിന്റെ പേരിലുള്ളത് അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ശ്രീ പി ചിത്രരഞ്ജൻ, ഈ മൈക്ക് ഓഫായി പോയാൽ ആ മൈക്കുകാരനെതിരെ കേസെടുക്കുക, പിന്നെ ഗൺമാന്മാരിറങ്ങി നമ്മുടെ ആലപ്പുഴയിലെ ജനറൽ ഹോസ്പിറ്റലിന്റെ വാക്കിലിട്ട് തല്ലുക, വലിയ കുഴപ്പമില്ലാതെ ഈ നവകേരള സദസ്സിൽ നന്നായി ഈ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്ത് പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുക. എന്താ നമ്മുടെ ഒരു പോലീസ് നയം? എങ്ങനെയാണ് നമ്മൾ ഈ പോലീസിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ പോലീസ് ഏറ്റവും മാതൃകയായ പോലീസല്ലേ? ഏത് തുമ്പില്ലാത്ത കേസും അന്വേഷിക്കാനുള്ള ശേഷിയുള്ള പോലീസല്ലേ? നിങ്ങൾ ഒരു വണ്ടിപ്പെരിയാർ വെച്ചാണോ കേരള പോലീസ് അളക്കുന്നത്? വാളയാറുണ്ട്.
അല്ല അതാണോ, അത് മാത്രമാണോ കേരളത്തിലെ പോലീസിന്റെ? അങ്ങനെയാണെങ്കിൽ താനൂരുണ്ട കസ്റ്റഡി മർദ്ദനം, കസ്റ്റഡി കൊലപാതകം, ഇത് 1000 സംഭവങ്ങളോ 8 സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഏത് കാലത്തും ഉള്ളതല്ലേ. പക്ഷെ കേരളത്തിലെ പോലീസ് മോശമാണെന്ന് നിങ്ങൾക്ക് പറയാനൊക്കോ? ഇല്ല, കേരളത്തിലെ പോലീസ് മോശമല്ല. കാരണം SIക്കെതിരെ നടപടി വരികയല്ലേ MLA തിരിച്ചറിയാത്തതിന്. അത് ഏത് കാലത്തും സംഭവിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശിക്ഷയ്ക്ക് നടപടി ഉണ്ടാകുമല്ലോ. അത് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുതിയതായിട്ടുണ്ടാകുന്ന ഒരു സംഭവമല്ലല്ലോ ഇതൊക്കെ. ഈ ചുരുക്കത്തിൽ പി ചിത്രരഞ്ജൻ, ഇന്നത്തെ ഈ അറസ്റ്റ് കൊണ്ട് ലാഭമുണ്ടായിരിക്കുന്നത്, രാഷ്ട്രീയമായ ലാഭമുണ്ടായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിനുമല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം വരുന്നു, സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു, നേതൃത്വം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ ആ നേതാവ് തന്നെ അറസ്റ്റിലായി ജയിൽ വാസം വരിച്ചിരിക്കുന്നു. ഒരു കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ച് പൊതുമധ്യത്തിലേക്ക് ഇത്രയും അധികം വാർത്താ പ്രാധാന്യത്തോടു കൂടി നിൽക്കേണ്ട ഒരു ദിവസമായി നിങ്ങളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു പി ചിത്രരഞ്ജൻ. നിയമലംഘനം നടത്തിയാൽ, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ സ്വാഭാവികമായി നിയമ നടപടികൾ ഉണ്ടാകും. ആ നിയമ നടപടികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതുകൊണ്ട് ആ നേതാവിനെ വളർത്താനാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇങ്ങ് ശക്തിപ്പെടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ ആകെ എത്ര ദിവസം, ഈ ഇന്നത്തെ ദിവസക്കാലം മൊത്തത്തിൽ എത്ര യൂത്ത് കോൺഗ്രസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് തെരുവില്? യൂത്ത് കോൺഗ്രസ് ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റുകളെ കാഴ്ചവെച്ച ഒരു യുവജന പ്രസ്ഥാനം, ആ യുവജന പ്രസ്ഥാനം രാഹുൽ മാങ്കോട്ടത്തെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ആളി പടരാൻ പോവുകയാണ് എന്നുള്ളത് നിങ്ങളുടെ ഒരു സൃഷ്ടി മാത്രമാണ്. വളരുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമൊക്കെ നമുക്ക് മാറ്റിവെക്കാം.